അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, സൂറത്തു യാസീൻ എങ്ങനെ പാരായണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. യാസീൻ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. യാസീൻ, യാ എന്നുള്ള അക്ഷരം 2 ഹറക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. 2 ഹറക്കത്ത്. യാ, യാ, സീൻ, സീൻ 6 ഹറക്കത്ത് മാത്രം നീട്ടണം. ഹയ്യ തൊഹ്റ, ഹ, യാ, തോ, ഹ, റോ, ഈ 5 ലെറ്റേഴ്സ് നമ്മൾ ഖുർആനിൽ വന്നാൽ അത് 2 ഹറക്കത്ത് മാത്രം നീട്ടുക കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുമ്പോൾ. പിന്നെ സീന്, നഖുസ്സു ഐസ്ലക്കും എന്നാണ്. നൂന്, ഖാഫ്, സ്വാദ്, ഐന്, സീന്, ലാമ്, കാഫ്, മീമ്, ഈ 8 ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ 6 ഹറക്കത്ത് വരെ അത് നീട്ടണം. യാസീൻ എന്ന് ഓതാൻ പാടില്ല. യാസീൻ 6 ഹറക്കത്ത് മാത്രം അത് നീട്ടണം. വൽ ഖുർആനിൽ ഹകീം, വ, അതിനുശേഷം ഹംസത്തു വസിലാണ് വന്നിട്ടുള്ളത്. ഹംസത്തു വസിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നാൽ ആ എന്ന് പറയും, ഇടയിലൊന്നും വന്നാൽ അത് ഉച്ചരിക്കാൻ പാടില്ല. വ അൽ ഖുർആനി എന്ന് ഓതാൻ പാടില്ല. വൽ, വ, ലാമുൽ ഖമരിയ, ലാമിനെ 2 വിഭാഗമായി തരംതിരിക്കാം. ഒന്ന് ലാമുൽ ഖമരിയ, ഒന്ന് ലാമു ഷംസിയ. ഇവിടെ ലാമിന് സുക്കൂനിൻ്റെ അടയാളം വന്നാൽ അതാണ് ലാമുൽ ഖമരിയ. വൽ ഖു, പിന്നെ റോ സാക്കിന, വൽ ഖുർ, ആ, ഹംസ, ഹംസ നമ്മൾ ശരിക്ക് ക്ലിയർ ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ഹംസ തൊണ്ടയുടെ അങ്ങേയറ്റത്തു നിന്ന് തന്നെ വരണം. ഹംസ. വൽ ഖുർ, ആ, അവിടെ ഒരു മദ് വന്നിട്ടുണ്ട്, മദ്ദു ബദൽ, ഇത് 2 ഹറക്കത്ത് നീട്ടുക. വൽ ഖുർആനി, വീണ്ടും ഹംസത്തു വസ്ൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലാമുൽ ഖമരിയ, ഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഖുർആനിൽ ഹകീം, ഹകീം എന്നുള്ള സ്ഥലത്ത് ശരിക്കത് മദ്ദു ത്വബിഅ, സാധാരണ ദീർഘം. സാധാരണ ദീർഘം എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത് മാത്രം നീട്ടേണ്ടതാണ്. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വന്നതുകൊണ്ട് നമ്മൾ 2, 4, 6 ഹറക്കത്ത് മാത്രം നമുക്ക് നീട്ടാം. 2 ഹറക്കത്ത് നീട്ടിയാലും നോ പ്രോബ്ലം. 4 ഹറക്കത്ത് നീട്ടാം, അതേപോലെ 6 ഹറക്കത്തും നീട്ടാം. വൽ ഖുർആനിൽ ഹകീം ഇന്നക, ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും എവിടെ വന്നാലും നമ്മൾ മണിച്ചിട്ടേ പാരായണം ചെയ്യാൻ പാടുള്ളൂ. ഉന്നത് ചെയ്യണം. ഇന്ന ഇന്ന ഇന്നക ലമിനൽ, വീണ്ടും ഹംസത്തു വസ്ല്, ലാമുൽ ഖമരിയ, മുർസലീൻ. ആ റോ തഫ്ഖീമായിട്ടാണ് വരുന്നത്. റോയിനെ തഫ്ഖീമ്, തർക്കീക്ക് എന്ന് 2 വിഭാഗമായി തരംതിരിക്കാം. തഫ്ഖീം പറഞ്ഞാൽ കനം കൂട്ടി ഉച്ചരിക്കൽ, തർക്കീക്ക് പറഞ്ഞാൽ കനം കുറച്ച് ഉച്ചരിക്കൽ. മുർ, ആ റോ വ്യക്തമായിട്ട് കേൾക്കണം. മുർസലീൻ, വീണ്ടും മദ്ദു ആരിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് യാ നീട്ട 2, 4, 6 പ്രാവശ്യം നമുക്ക് നീട്ടിക്കൊടുക്കാം. ശുക്രൻ.